മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കെ സഖ്യകക്ഷികളുമായുള്ള ചർച്ച വേഗത്തിലാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. ഇന്ന് രാത്രിയോ നാളെ ഉച്ചയ്ക്ക് മുൻപായോ മന്ത്രിമാരുടെ അന്തിമ പട്ടിക പുറത്തു വരുവാനാണ് ഇപ്പോൾ സാധ്യത. ഏറ്റവും കൂടുതൽ മന്ത്രിമാരെ ആവശ്യപ്പെടുന്നത് ടി.ഡി.പിയും ജെ.ഡി.യുമാണ്. ആന്ധ്രാപ്രദേശിനായി 6 മന്ത്രിമാർ വേണമെന്ന നിലപാടിലാണ് ഇപ്പോൾ ടി.ഡി.പി. അതിൽ 2 എണ്ണം പവൻ കല്യാണിന്റെ പാർട്ടിക്ക് നൽകുന്നതിന് വേണ്ടിയാണ്. സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ചർച്ച തുടരുന്നുണ്ട്. അതേസമയത്ത് തന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗവും പ്രവർത്തക സമിതി യോഗവും ഇന്നാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണം എന്ന ആവശ്യം ശക്തമാവുകയാണ് കോൺഗ്രസിൽ. ഇതേക്കുറിച്ചുള്ള പ്ലക്കാർഡുകളും കോൺഗ്രസ് പ്രവർത്തകർ ഡൽഹിയിൽ പ്രവർത്തക സമിതി യോഗം നടക്കുന്ന ഹാളിന് വെളിയിൽ ഉയർത്തിയിട്ടുമുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം ഇക്കാര്യത്തിൽ ഡീൻ കുര്യാക്കോസിന്റെ ഒരു പ്രതികരണം കാണാം. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഈ മന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ച ഇത് ഇപ്പോഴും തുടരുകയാണല്ലോ. നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എത്ര മന്ത്രിമാർ പ്രധാനമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും? ഇതേക്കുറിച്ചുള്ള ഒരു ധാരണയിലേക്ക് ഇന്ന് തന്നെ എത്തുവാനുള്ള സാധ്യതയുണ്ടോ? ഏത് ചർച്ചയാണ് ഇപ്പോൾ മുന്നോട്ട് പോകാനാവാതെ നിൽക്കുന്നത്? മഞ്ജുഷ, നാളെ വൈകിട്ട് 7:15 മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുന്നത്. അതിന് മുന്നോടിയായി ഇപ്പോൾ സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എത്ര മന്ത്രിസ്ഥാനം എന്ന കാര്യത്തിലാണ് ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ഏതായാലും ടി.ഡി.പി. രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. NDAയിലെ 16 സീറ്റ് അവർക്കുണ്ട്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തിനായി, ആന്ധ്രാപ്രദേശിനായി 6 മന്ത്രിമാർ വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ തന്നെ ആ ഒരു നിലപാടിലേക്ക് ഏതായാലും ബി.ജെ.പി. ആ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. ബി.ജെ.പി. ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 3 മന്ത്രിസ്ഥാനം ടി.ഡി.പിക്ക് നൽകാമെന്നാണ്. അതായത് ഒരു ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള മന്ത്രിസ്ഥാനവും മറ്റ് 2 സഹമന്ത്രി സ്ഥാനവും നൽകാമെന്ന കാര്യത്തിലേക്ക് എത്തുന്നു. പക്ഷേ ടി.ഡി.പി. പറയുന്ന കാര്യം 6 മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ജനസേന പാർട്ടിക്കൊപ്പം ബി.ജെ.പിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 6 മന്ത്രിസ്ഥാനം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ടി.ഡി.പി. ഇക്കാര്യത്തിൽ വഴങ്ങുമെന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതായത് ജെ.ഡി.യുവിനും ടി.ഡി.പിക്കും പ്രത്യേക സാമ്പത്തിക പാക്കേജ്, സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കാനുള്ള തീരുമാനം, അങ്ങനെ പാക്കേജ് നൽകിക്കൊണ്ട് ഈ മന്ത്രിസ്ഥാനം 3 വീതം നൽകിക്കൊണ്ടൊരു അനുനയത്തിലേക്ക് എത്തുക എന്ന നീക്കമാണ് ഇപ്പോൾ ബി.ജെ.പി. ഏതായാലും നടത്തുന്നത്. ഒപ്പം സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ലെങ്കിൽ പോലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിക്കൊണ്ട് ടി.ഡി.പിയെ അന്വയിപ്പിക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ GMC ബാലയോഗിയുടെ മകൻ ഹരീഷ് ബാലയോഗിയെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഏതായാലും ടി.ഡി.പി. കേന്ദ്രങ്ങൾ എത്തുന്നത്. മന്ത്രിസ്ഥാനത്തേക്ക് ടി.ഡി.പി. പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട പേര് ശ്രീകാകുളത്തു നിന്നുള്ള എം പിയാണ്. അദ്ദേഹം രാംമോഹൻ നായിഡു. കഴിഞ്ഞ തവണ ടി.ഡി.പിയുടെ സഭാകക്ഷി നേതാവായിരുന്നു രാംമോഹൻ നായിഡു. അപ്പോൾ രാംമോഹൻ നായിഡു ഉൾപ്പെടെയുള്ള പേരുകളാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ജെ.ഡി.യുവും സമാനമായ ആവശ്യം ഉന്നയിക്കുന്നെങ്കിൽ പോലും 3 മന്ത്രിസ്ഥാനം നൽകി ജെ.ഡി.യുവിനെയും അന്വയിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. മാത്രവുമല്ല, പ്രധാനപ്പെട്ട ധനകാര്യം, ഒപ്പം തന്നെ ആഭ്യന്തരം, വിദേശകാര്യം എന്നീ വകുപ്പുകൾക്ക് പുറമെ വിദ്യാഭ്യാസം, IT, ഒപ്പം തന്നെ നിയമകാര്യ മന്ത്രാലയം, ഈ വകുപ്പുകളൊക്കെ ബി.ജെ.പി. തന്നെ കൈവശം വയ്ക്കുമെന്നാണ് സൂചന. അത് വിട്ടു നൽകേണ്ടതിന്റെ നിലപാടിലേക്ക് ബി.ജെ.പി. എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. മറ്റു ചെറു കക്ഷികൾക്കും സഹമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനമോ നൽകിക്കൊണ്ട് അവരെയും ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. സത്യപ്രതിജ്ഞയുടെ എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്? എത്ര മണിക്ക് സത്യപ്രതിജ്ഞ നടക്കും? ആരൊക്കെ പങ്കെടുക്കും? ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ആയിട്ടുണ്ടോ? ഒഫീഷ്യലായിട്ട് ഇതിന്റെ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ടോ? അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാരൊക്കെ തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സർക്കാർ അക്കാര്യത്തിൽ ഔദ്യോഗികമായി അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ചടങ്ങുകൾക്കായി, മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന് പുറമെ സമീപ രാജ്യങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രതലവന്മാർ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, മൗറീഷ്യസ്, ഒപ്പം തന്നെ മാൽദീവ്സ് എന്നിവ തുടങ്ങിയ രാജ്യങ്ങളിലെ തലവന്മാർ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സമീപകാലത്ത് മൗറീഷ്യസുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഉള്ളത്. പ്രത്യേകിച്ച് മൗറീഷ്യസ് ചില നിലപാടുകൾക്കെതിരെ വലിയ കടുത്ത വിമർശനം ഇന്ത്യയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മൗറീഷ്യസ് പ്രധാനമന്ത്രിയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും
കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനമുള്ളത്. നാളെ വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഡൽഹിയിൽ സംഭവിക്കുന്നുണ്ടല്ലോ ER രാഗേഷ്, അത് കോൺഗ്രസിലാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്ന ആവശ്യം പ്രവർത്തക സമിതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ PCCകളും ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിക്കെതിരെ പോരാടണമെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ തന്നെ വേണം എന്നാണല്ലോ ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? രാഹുൽ ആ ആവശ്യം അംഗീകരിക്കുവാനും സാധ്യത ഇപ്പോൾ എത്രത്തോളമാണ്? മഞ്ജുഷ, രാഹുലിന് മേൽ അത്തരമൊരു സമ്മർദ്ദം ശക്തമാണ്. കാരണം 99 സീറ്റ് സമീപകാലത്തെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. മാത്രവുമല്ല, ഔദ്യോഗികമായി 10 വർഷത്തിന് ശേഷം കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആ സ്ഥാനത്തേക്ക് വരേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. കാരണം മോദി സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്ത നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ആ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാണ്. നേതാക്കൾ പരസ്യമായ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. ശശി തരൂർ പറഞ്ഞത് ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് രാഹുൽ ഗാന്ധിയാണെന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു. മാണിക്കം ടാഗോർ സമാനമായ പരാമർശം നടത്തി. 140 കോടി വരുന്ന ഇന്ത്യക്കാരുടെ പൊതുവികാരമാണ് രാഹുൽ ഗാന്ധി അത്തരമൊരു സ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ളത് എന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CWC യോഗത്തിൽ ആ ഒരു ആവശ്യത്തിന് പിന്തുണ ഏറാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ ഏതായാലും മല്ലികാർജ്ജുൻ ഖാർഗെ അല്പം മുമ്പ് ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരായ ശക്തമായ ജനവിധിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിഭജന രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്തായിരുന്നു ഇപ്പോൾ നടന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയെക്കുറിച്ചും ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അതായത് ഭാരത് ജോഡോ യാത്ര കടന്നുപോയ മേഖലകളിൽ സീറ്റ് വർദ്ധിച്ചു, ഒപ്പം തന്നെ വോട്ട് ഷെയറും കോൺഗ്രസിന്റെ വർദ്ധിച്ചു. മണിപ്പൂരാണ് അദ്ദേഹം അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. കാരണം ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിച്ചത് മണിപ്പൂരിൽ നിന്നായിരുന്നു. ആ സീറ്റ് കഴിഞ്ഞ തവണയൊക്കെ 2 സീറ്റുകളിലും BJP വിജയിച്ചതാണെങ്കിൽ ഇത്തവണ കോൺഗ്രസിന് അവിടെ 2 സീറ്റും പിടിച്ചെടുക്കാൻ കഴിഞ്ഞതാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം ഇന്ത്യ സഖ്യത്തെയും അദ്ദേഹം പരാമർശിച്ചു. അതായത് നിലവിൽ ഒന്നിച്ചു നിന്നതാണ് ഈ വിജയത്തിന് അടിസ്ഥാനമായ കാരണം. അപ്പോൾ ഇനിയും പാർലമെന്റിനകത്തും പുറത്തും ഇന്ത്യ സഖ്യം ഒന്നിച്ചേക്കണമെന്നൊരു ആഹ്വാനം കൂടി ഇപ്പോൾ ഏതായാലും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം വൈകിട്ട് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ നേതാവായി പ്രഖ്യാപിക്കാനാണ് സാധ്യത. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ കോൺഗ്രസിന്റെയും നിർണായക യോഗമാണ്, പ്രവർത്തക സമിതിയാണ് ചേരുന്നത്. ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരണം എന്ന ആഗ്രഹം CWCയിൽ ഉയർന്നു കഴിഞ്ഞു. പ്രവർത്തക സമിതി യോഗം ഇപ്പോഴും തുടരുകയാണ്.